ഞാനില്ലേ പറയാൻ പോകുന്നത് എന്നാണെന്നറിയാവോ? നമുക്ക് അറിവുകളുണ്ടല്ലേ, അറിവുകൾ. നമുക്ക് പണ്ട് കാലം തൊട്ട് നമ്മൾ ഓരോ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ അറിവ് സമ്പാദിക്കും. പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാനൊക്കെ പറയുമ്പോൾ ഇച്ചിരി മടിയൊക്കെ കാരണം നമ്മൾ പറയും, കാരണം നമ്മുടെ മാതാപിതാക്കൾ പറയും അറിവ് സമ്പാദിക്കണം, അറിവുണ്ടായിരിക്കണം എന്നൊക്കെ നമ്മളോട് പറഞ്ഞു കേൾപ്പിക്കും. അപ്പം നമ്മൾ പഠിക്കുമ്പോഴാണ് അറിവ് കിട്ടുന്നത് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന നമ്മൾ പുസ്തകത്തിൽ നിന്നുള്ള അറിവുകളൊക്കെ സമ്പാദിച്ചു, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആൾക്കാരോട് സംസാരിച്ച് അവരിൽ നിന്നുള്ള അറിവുകളൊക്കെ നമ്മൾ ശേഖരിക്കുമായിരുന്നു അല്ലേ. അതൊക്കെയായിരുന്നു ഇഷ്ടം. പഠിക്കണേക്കാളും ഇഷ്ടം മറ്റുള്ളവർ പറഞ്ഞ് കേൾക്കുന്നതൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ റേഡിയോ, അങ്ങനെ ദൂരദർശൻ, അതൊക്കെ ദൂരദർശൻ റേഡിയോ ആയിരുന്നു ആദ്യകാലത്ത്, പിന്നെ ദൂരദർശനായത്. അതിൽ നിന്നുള്ള അറിവുകളും ഒക്കെ നമ്മൾ ശേഖരിക്കാൻ തുടങ്ങി ഇല്ലേ. അപ്പം അതൊക്കെ വാർത്തയൊക്കെ കേട്ട് നാട്ടിലുള്ള നല്ല അറിവുകളൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പം നമുക്ക് അറിവ് ശേഖരിക്കാൻ ഇഷ്ടം പോലെ മാർഗ്ഗങ്ങളാണ് അല്ലേ. സോഷ്യൽ മീഡിയയിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, നമുക്ക് ഏത് സൈസ് അറിവ് വേണമെങ്കിലും കിട്ടും ഇല്ലേ. അപ്പം എന്ത് പറ്റി, നമ്മളിങ്ങനെ കൂടുതൽ അറിവുകൾ ഇങ്ങനെ മേടിച്ചുകൊണ്ട് ഇരിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു ബേൺ ഔട്ട് എന്നാണ് പറയുന്നത്. നമുക്കൊരു വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും ചെന്നെത്തി. നല്ലതേത് ചീത്തയേത് എന്ന് നമുക്കറിയാൻ മേലാത്ത അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നല്ല ഇൻഫർമേഷനാണെങ്കിൽ നമുക്ക് നല്ലതാണ്, നമ്മുടെ ഭാവിയിലെക്കുറിച്ചും നമുക്ക് കൂടുതൽ അറിവുണ്ടാകുന്നത് നല്ലതാണ്. പക്ഷെ നമുക്കിപ്പം നല്ലതും ചീത്തയുമായ അറിവുകളാണ് നമ്മുടെ മക്കളിലേക്കും നമ്മളിലേക്കും വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ചിന്തിച്ച് നോക്കിക്കുക, എന്തോരം അറിവുകൾ, എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ അറിയുന്നത്. അറിയണ്ടാത്ത കാര്യങ്ങൾ പോലും കുഞ്ഞുങ്ങൾ പോലും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പം നമ്മൾ കയ്യിലിരിക്കുന്ന ഈ ഫോണാണ് ഇതിന് കാരണം ഇല്ലേ. ഒരു പരിധിവരെ നമ്മളിത് ഫോണിൽ കൂടെയാണ് അറിയുന്നത് മുഴുവൻ. അപ്പോൾ ഈ അടുത്ത ദിവസം നടന്ന ഒരു കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ്, കല്യാണി എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ സംഭവം വെച്ച് നോക്കുമ്പോൾ ആ കൊച്ചിൻ്റെ കൊച്ചച്ഛൻ എന്ന് പറയുന്ന ആൾ സോഷ്യൽ മീഡിയയിലൂടെ ഈ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കണ്ടുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞു കേട്ടു ഇല്ലേ. അപ്പം നമ്മൾ എന്താണ് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കേണ്ടത്, നമ്മുടെ മനസ്സിലേക്ക് എടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയിലേക്ക് എടുക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ അതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിനെ ഒത്തിരി സ്വാധീനിക്കുന്നുണ്ട്. എന്ത് ഫോണാണേലും എന്താണേലും നമ്മൾ ഒത്തിരി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പം മിക്കവരും നാമം ചൊല്ലാനിരിക്കുമ്പോൾ പോലും ഫോൺ എടുത്ത് വെച്ചുകൊണ്ടായിരിക്കണേ. എന്തിനാണെന്നറിയാവോ? കുറച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഉടനെ എടുത്ത് ഇങ്ങനെ തോണ്ടി നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ. ആ അവസ്ഥയിലേക്ക് എത്തി. അതിലും ഒരു കോൺസെൻട്രേഷനില്ല, ഒന്നിനുമില്ല ഒരു കോൺസെൻട്രേഷൻ. അടുക്കളയിലെ പണി ചെയ്യുമ്പോഴും വീഡിയോ കണ്ടുകൊണ്ട് ചെയ്യുന്നവരുണ്ട്, പിന്നെ കറിക്കരിയുമ്പോഴും വീഡിയോയാണ്. എപ്പോഴും വെറുതെ സമയം ഇങ്ങനെ കുത്തിയിരുന്ന് നമ്മൾ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മൊബൈലിൽ നോക്കി. നമുക്ക് മൊബൈലിൻ്റെ ഒരു അൽഗോരിതം എന്നാണെന്നറിയാവോ? മൊബൈലിൽ നമ്മൾ ഏതെങ്കിലും ഒരു സാധനം സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തന്നെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ സമയം മുഴുവൻ ഇത് തിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമയം മുതലാക്കി ഈ ഓരോ കാഴ്ചകൾ നമ്മളിങ്ങനെ കണ്ട് അങ്ങ് പോവുകയും ചെയ്യും. അപ്പം നമ്മുടെ വിലപ്പെട്ട സമയം നമ്മൾ എന്തെങ്കിലും സമ്പാദിക്കേണ്ടതോ അല്ലെങ്കിൽ നമ്മൾ ആക്റ്റീവായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാതെ ഇതിലേക്ക് നമ്മൾ അഡിക്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ശരിയാണോ? അപ്പം ഈ പണ്ട് കാലത്ത് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒന്നോ രണ്ടോ വീട്ടിലെ കാര്യങ്ങളെ അറിയാം. ഇന്നിപ്പം നമുക്ക് ലോകത്തിൻ്റെ ഏത് സ്ഥലത്തും ഇരിക്കുന്ന ആൾക്കാരുടെ വീട്ടിലെ ചരിത്രങ്ങളും അവർ കഴിക്കുന്നതും അവരെന്താ ചെയ്യുന്നതും അവരെങ്ങനെ നടക്കുന്നു എന്നും, ഒറിജിനലാണേലും അല്ലേലും പകുതി ഫേക്കാണ്. പക്ഷേ നമ്മൾ ഈ സാധാരണക്കാരന് ഇത് കണ്ടിട്ട് ഇത് നമുക്ക് മറ്റുള്ളവൻ്റെ വീട്ടിലേക്ക് എത്തി നോക്കാൻ ഒരു ഇച്ചിരി ആകാംക്ഷ കൂടുതലുള്ള കൂട്ടത്തിലല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മളപ്പോഴത്തേനും ഇവരുടെ വീട്ടിലെ കഥകളും ഇതൊക്കെ കണ്ട് എന്ത് രസമല്ലേ, എന്ത് രസം അവരുടെ സാരി ഡ്രസ്സ് അല്ലെങ്കിൽ അവർ പോകുന്നത് ഒക്കെ പറഞ്ഞ് നമ്മളത് കണ്ടുകൊണ്ടിരിക്കും. അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കിടക്കും. നമുക്കതില്ല എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ ഉള്ളിലേക്ക് വരികയും ചെയ്യും. പക്ഷേ ഒട്ടുമിക്കതും ഫേക്ക് തന്നെയാട്ടോ. ഒറിജിനലായിട്ട് അവരുടെ കുടുംബത്തിൽ നടക്കുക, കെട്ടിപ്പിടിക്കണു, ഉമ്മ വയ്ക്കുന്നു, അങ്ങനെ നടക്കുന്നു, ഇങ്ങനെ നടക്കുന്നു എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ ഓർക്കും, അയ്യോ എന്ത് രസം, അവരുടെ ജീവിത സിനിമ പോലെയാണല്ലോ, എനിക്കങ്ങനെ ആയില്ലല്ലോ എന്നും പറഞ്ഞ് സങ്കടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ ഇതിലൊന്നും യാഥാസ്ഥിതികയില്ല. പലരും ജീവിക്കുന്നത് കടങ്ങളിൽ കൂടെയും ബുദ്ധിമുട്ടുകളിൽ കൂടെയും ഒക്കെയാണ്. അവർ വന്ന് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ കാണുന്നു, അത്രയും. അതിൽ നിന്നും അവർ പൈസ ഉണ്ടാക്കുന്നു, നമ്മുടെ സമയം നമ്മൾ ഒരു പൈസ ഉണ്ടാക്കുന്നുമില്ല, നമ്മുടെ സമയം കളയുകയും ചെയ്യുന്നു. അതാണ് യാഥാർത്ഥ്യമായിട്ട് ഉള്ളത്. അതങ്ങനെ. പിന്നെ ഈ പ്രായമായവർ ഇത് കണ്ടുകൊണ്ടിരുന്നുള്ള കുഴപ്പം എന്നാണെന്നറിയാം. സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ഏതെങ്കിലും സീരിയലുകളിലും ഒക്കെ കണ്ടുകൊണ്ടിരുന്നാൽ ഇവർക്കൊരു എക്സസൈസ് ഇല്ലാണ്ടാകും. അവർ ഇരുന്നിടത്ത് തന്നെ ഇങ്ങനെ ഇരുന്ന് 1 കണ്ടു 2 കണ്ടു 3 കണ്ടു അവരുടെ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു പോകുന്നു, അവർ ഇരിപ്പാകും.
പിന്നെ കിടപ്പാകും. എഴുന്നേറ്റ് നടക്കുന്ന സമയത്തും പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ മുറ്റത്തോടെയോ മുറ്റത്ത് ഒരു കോലും കൊണ്ടാണെങ്കിൽ ഇലയൊക്കെ കുത്തിക്കൊണ്ട് നടന്ന കാരണവന്മാർ ഇപ്പം അധികം പേരും ഏതെങ്കിലും ഒരു മൊബൈലും എടുത്തു വെച്ച് അതിലിരിക്കുന്ന അവസ്ഥയിലേക്കും എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പരിധി വയ്ക്കുക. ഒരു ദിവസം 1 മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ കാണുള്ളൂ എന്ന് തീരുമാനിച്ച് നമ്മൾ വെക്കുക. കാണണ്ടെന്നല്ല പറയണേ, കണ്ടോളൂ. പക്ഷേ അതിനൊക്കെ നമ്മളൊരു പരിധി വെച്ചിട്ട് ബാക്കി സമയം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക. നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും പാട്ട് പാടുകയോ അല്ലെങ്കിൽ എന്നാ പറയണേ എന്തെങ്കിലും എഴുതുകയോ വായിക്കുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി നടന്ന് കാഴ്ചകൾ കാണുകയോ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇത് ഇങ്ങനെ ഇത് പ്രായമല്ലാത്തവർ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും എന്താ പറയണേ നല്ല കാര്യങ്ങൾ, അവർക്ക് അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ കണ്ടിട്ട് അതിനകത്തുനിന്ന് ഒന്നെങ്കിൽ തുന്നൽ പഠിക്കാം, പെയിൻറ്റിങ് പഠിക്കാം, ഒത്തിരി കേക്ക് ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ. അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യുക. അല്ലാതെ നമ്മൾ ഈ വേറുള്ള ഈ സൈറ്റുകളിലൊക്കെ പോയി ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഒരു വിഭ്രാന്തി അല്ലെ ടെൻഷൻ ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഈ ആധുനിക യുഗത്തിലെ പിള്ളേർക്കാണ് ഭയങ്കര ടെൻഷൻ, അല്ലെങ്കിൽ അമ്മമാർക്കാണ് ഭയങ്കര ടെൻഷൻ, സ്ട്രെസ്. നമ്മളിതൊന്നും പണ്ട് കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇല്ലേ? ഈ സ്ട്രെസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊന്നും നമ്മൾ പണ്ട് കേട്ടിട്ടില്ല. ഇപ്പം ഇതിൻ്റെ കുത്തൊഴുക്കല്ലേ. എന്തുകൊണ്ടായത്? ഇത് നമ്മളെന്നാന്നറിയാം, നമ്മുടെ തലയിലേക്ക് കയറ്റാവുന്നതിൻ്റെ അപ്പുറത്തെ ഇൻഫർമേഷനാണ് നമ്മൾ കയറ്റി വയ്ക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ കയറ്റി വെച്ചിട്ട് എവിടെ കൊണ്ട് കളയും ഇത്? ഒരു പരിധി എന്തിനുമല്ലേ? 60,000 ചിന്തകൾ വരെ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ, തലച്ചോറിൽ കൂടെ കടന്നു പോകുമെന്ന് പറയണേ. 60,000-ന് 1,00,000 ചില്ലാനല്ല കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളത് ഇല്ലാത്തതും എല്ലാ കാര്യവും നമ്മളിങ്ങനെ കണ്ട് ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ ഡോക്ടർമാർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു വിടും. പനിയൊക്കെ പിടിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ തലവേദനയോ പനിയോ എന്തെങ്കിലും അസുഖമൊക്കെ ആകുമ്പോൾ നമ്മളോട് പറഞ്ഞു റെസ്റ്റ് എടുക്കാൻ. പലരും കാണിക്കുന്നത് എന്താണെന്നറിയാമോ? റെസ്റ്റ് എടുക്കുകയെന്നും പറഞ്ഞ് കട്ടിലേക്ക് കിടക്കും, എന്നിട്ട് ഈ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതെന്ത് റെസ്റ്റ് എടുക്കലാ? നമ്മുടെ ബ്രെയിൻ മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ വീണ്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് റെസ്റ്റ് ഇല്ല. നമ്മൾ പിന്നെ ഇത് കണ്ട് അത് നല്ലതും ചീത്തയൊക്കെ കണ്ട് നമ്മുടെ ശരീരം മൊത്തം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വിചാരിക്കണം. അതൊന്നും റെസ്റ്റല്ല. അങ്ങനെയല്ല റെസ്റ്റ് എടുക്കേണ്ടത്. ഈ സാധനം പടിക്ക് പുറത്ത് വെച്ചേക്കുക, അടുത്ത മുറി വെച്ചിട്ട് കിടന്ന് റെസ്റ്റ് എടുക്കുക. അതാണ് റെസ്റ്റ് എന്ന് പറയുന്നത്. അല്ലാണ്ട് അതും കൊണ്ട് പോയി നമ്മൾ കിടന്ന് റെസ്റ്റ് എടുക്കാണ്ടിരിക്കുക. പിന്നെ ഉള്ളതെന്നു വെച്ചാൽ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ പണ്ട് കാലത്തുള്ള ആൾക്കാർ ഈ മരുന്നുകൾ കണ്ടുപിടിച്ചതും, പണ്ട് കാലത്ത് ബൾബ് കണ്ടുപിടിച്ചതും, റൈറ്റ് സഹോദരൻ വിമാനം കണ്ടുപിടിച്ചതും, ഓരോ കാരണങ്ങൾ കണ്ടുപിടിച്ചതും, പേപ്പട്ടിക്കുള്ള വിഷം ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ഇതെല്ലാം കണ്ടുപിടിച്ച് ഇവർ ഈ മൊബൈലിൽ കൂടെ ആയിരുന്നു. അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിന്തിക്കും, ഏകാഗ്രമായിട്ടിരുന്ന് ചിന്തിച്ച് അവരോരോ കാര്യങ്ങൾ തീരുമാനിച്ച് അവരോരോന്ന് കണ്ടുപിടിക്കുന്നു. ഇന്നത്തെ ഉള്ളവർ അങ്ങനെ ചിന്തിക്കുന്നവർ ഓരോ സാധനം കണ്ടുപിടിക്കുന്നു. അല്ലാത്തവരുണ്ടല്ലോ, അവരുടെ ഭാവി കളഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അത് കുട്ടികളാട്ടെ വലിയവരാട്ടെ ആരാട്ടെ, അവർക്ക് പുറം ലോകമായിട്ടൊരു ബന്ധങ്ങളില്ല. നമ്മൾ പുറത്തുനിന്ന് ഒത്തിരി അറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട് ഇല്ലേ? നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, തമാശകൾ പറയുമ്പോൾ, തമാശ പറയാൻ നമ്മൾ ശീലിക്കും, നന്നായിട്ട് സംസാരിക്കാൻ പഠിക്കും, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കും. ഇതെല്ലാം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാലേ നമുക്ക് പറ്റുള്ളൂ. നമ്മുടെ ഈ വീടിൻ്റെ ഒരു ഗുഹയ്ക്കകത്തിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ സംസാരിക്കുന്നത് നമ്മൾ ഈ മൊബൈൽ ഫോണുമായിട്ടും ആയിരിക്കും ഇല്ലേ? അല്ലാതെ വേറെ എന്താ ഉള്ളത്? മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നതും അപൂർവമേ ഉള്ളൂ. നമുക്കിപ്പം ഈ പണ്ട് കാലത്ത് നമ്മൾ ഒരാൾക്ക് എഴുത്തയച്ചാണ് അയാളുടെ മറുപടികൾ, അയാളുടെ വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മളൊന്ന് കുത്തുമ്പോഴത്തേനും ഒരു സെക്കൻഡ് പോലും വേണ്ട, അയാളുടെ അടുത്ത് വിശേഷങ്ങൾ അന്വേഷിച്ചു മണിക്കൂറുകൾ നമ്മൾ സംസാരിക്കുന്നു. എഴുത്തിക്കൂടെ കുറച്ച് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മണിക്കൂർ സംസാരിക്കുമ്പോൾ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞ് കുടുംബ ബന്ധങ്ങൾ കളഞ്ഞു കുളിക്കും. എന്നാൽ അതങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. പലരും പല പ്രശ്നത്തിലും ചെന്ന് ചാടുകയും ചെയ്യും. അവരുടെ വീട്ടിലെ കാര്യവും ഇവരുടെ വീട്ടിലെ കാര്യവും ഒക്കെ പറയാനും തുടങ്ങും. അതിൻ്റെ ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുകയും ചെയ്യും. പിന്നെ പറ്റുന്ന കുഴപ്പം എന്നാന്ന് വെച്ചാൽ മൊബൈൽ ഫോൺ വഴി സംഭവിക്കുന്നതാണ്. നമുക്ക് എന്നാന്ന് പറഞ്ഞാൽ വാട്സപ്പ് 1, 2, 3 അല്ലെങ്കിൽ നമുക്ക് ഒരു 10 വാട്സപ്പാട്ടെ, അത്ര കോൾ വിളിക്കാനുള്ളവരും വാട്സപ്പിൽ കൂടെ മെസ്സേജ് വിടാനുള്ളവരും നമുക്ക് പരിചയക്കാർ കാണുള്ളൂ. പക്ഷേ മിക്കവരുടെയും തന്നെ വാട്സപ്പ് ഇതെടുത്ത് നോക്കിക്കേ,
ഒരു 100 കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടായിരിക്കും. എല്ലാം നമ്മളറിയാതെ പോലും നമ്മളെ ആഡ് ചെയ്യുന്നവരുണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ ഡിലീറ്റാക്കി കളഞ്ഞേക്കുക. ക്ലിയർ ചാറ്റ് ഉണ്ട്. ക്ലിയർ ചാറ്റ് ചെയ്തിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത മെസ്സേജുകളും ഇതൊക്കെ ചെയ്ത് നമ്മളങ്ങ് ക്ലിയറാക്കി വെച്ചേക്കുക. നമുക്ക് കാരണം വോയിസ് മെസ്സേജൊക്കെ വിടും. അപ്പം നമ്മൾ തുറന്ന് നോക്കും. തുറന്ന് നോക്കുമ്പോൾ തന്നെ ഒരു കാര്യമൊന്നും കാണില്ല. കുറച്ച് നാൾ മുമ്പ് ഒരു ദിവസം എനിക്കൊരു മെസ്സേജ് വന്നു. ഇങ്ങനെ വാട്സപ്പിലൊരു ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ വന്നു. അപ്പം ഞാനിങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരാൾക്ക് ബ്ലഡ് കൊടുക്കണം എന്നുള്ള, അയാൾ ഗുരുതരാവസ്ഥയിൽ ബ്ലഡ് കൊടുക്കണം എന്ന്, ധനസഹായവും ഒക്കെ കൊടുക്കണം, 500 രൂപയാണ്, 500 രൂപ കയ്യിലുള്ള പൈസ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടേക്കണം. ഞാൻ എന്നിട്ട് ഇതറിയാൻ വേണ്ടിയിട്ട് വേറൊരാളെ, ആ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരാളെ വിളിച്ചപ്പം അയാൾ പറഞ്ഞു ഇത് ആരാണ്ട് ഒരുത്തൻ ചുമ്മാ ഫോർവേഡ് ചെയ്തിട്ടേക്കണതാ എന്നിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അത് 2-3 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. അയാൾ ഈ ലോകത്ത് പോലും ഇല്ല. അത് പിന്നെയും ഇട്ടിട്ട് ഇങ്ങനെ ബാങ്ക് അക്കൗണ്ടും ഒക്കെ ഇട്ട് വെച്ചേക്കുവാണ്. ഇതാണ്, നമുക്കൊന്നും അറിയുന്നില്ല. നമ്മൾ ചുമ്മാ ഇങ്ങനെ ആരെങ്കിലും തരുന്ന ഫോർവേഡ് ചെയ്ത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ അങ്ങ് വിട്ടുകൊണ്ടിരിക്കും. നമ്മളൊന്നും അറിയാതെയാണ് നമ്മൾ. ചിലർ പൈസ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചാനലിൽ കൂടെയൊക്കെ, അവരെ സഹായിക്കാനോ ഇവരെ സഹായിക്കാൻ. ഇതൊക്കെ സത്യമാണോ എന്ന് എങ്ങനെ അറിയും? നമ്മളിങ്ങനെ ഈ തട്ടിപ്പുകളും ദൂരെ നടക്കുന്നുണ്ടെന്നറിയാവോ? അപ്പം നമ്മളെപ്പോഴും സൂക്ഷിച്ചും കണ്ട് ഇങ്ങനെ വരുന്ന ഇൻഫർമേഷനൊക്കെ നമ്മൾ ശരിക്കും ആലോചിച്ച് സൂക്ഷിച്ച ശേഷം ഇതിനകത്തൊക്കെ ചെന്ന് ചാടാവുള്ളൂ. ഒത്തിരി പേരുണ്ട് ഇങ്ങനെ ഈ തട്ടിപ്പും വഞ്ചനയായിട്ടിരിക്കുന്നതും ഇതിലൊക്കെ ചെന്ന് ചാടും. അതേപോലെ സോഷ്യൽ മീഡിയയിൽ എന്നാ പറയണേ, ഇങ്ങനെ എന്നാ ചാറ്റ ഏതാണ്ട് ഈ പെണ്ണുങ്ങൾ കുറേ എണ്ണെങ്കിലും ഇരുന്നിട്ടില്ലേ, അത് കൂട്ടൊക്കെ ചാറ്റും ഒക്കെ ആയിട്ട് കുറേ പെണ്ണുങ്ങൾ ഇരിപ്പുണ്ട്. ഇതിലൊക്കെ ചെന്ന് ചാടുന്ന എത്രയോ ആണുങ്ങൾ. എന്നിട്ട് അവരുടെ പേരുകളൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പെണ്ണുങ്ങൾ. ഇന്നവർ എനിക്കൊരു ലൈക്ക് ഇതാ, എനിക്കൊരു സൂപ്പർ ചാറ്റ് ഇതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ. എന്തൊരവസ്ഥയാണെന്ന് ഓർത്ത് നോക്കിക്കേ. ഇതൊക്കെ പണ്ടുണ്ടായിരുന്നു. പണ്ട് നമ്മൾ ചുറ്റുവട്ടത്തിങ്ങനെ നടന്നു. നമുക്ക് ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ തന്നെ നമ്മൾ അവരെ ഒന്ന് ഒഴിവാക്കിയൊക്കെ നിർത്തുന്ന രീതിയിലേക്കൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ അവരൊക്കെ വലിയ സ്വീകരണ മുറിയിലേക്ക് കയറി വരേണ്ട ആൾക്കാരെ പോലെ വലിയ എന്നാ പറയുക സൂപ്പർ സെലിബ്രിറ്റികളായിട്ട് മാറുന്ന അവസ്ഥയിലേക്കാണ്. അപ്പം നമ്മളെപ്പോഴും സൂക്ഷിച്ചും കണ്ടും ചെയ്യുക കേട്ടോ. നമുക്ക് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ബ്രെയിനിന് റെസ്റ്റ് കൊടുക്കുക. ഇങ്ങനെയുള്ള ഈ ഇതൊക്കെ കണ്ട് നമ്മുടെ ബ്രെയിനിന് നമ്മൾ ഉറക്കമൊന്നുമില്ല മനുഷ്യർക്കിപ്പം. ഉറക്കത്തിനൊക്കെ കുറഞ്ഞു. കാരണം ഉറങ്ങുമ്പോൾ പോലും കട്ടിലിൻ്റെ സൈഡിൽ ഈ സാധനം ഇരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് കിടന്നിട്ടാണ് ഉറങ്ങിപ്പോകുന്നത്. അത് ഉറക്കം കുറഞ്ഞു വരികയാണ്. എന്നിട്ട് പലരും ചികിത്സയും തേടിക്കൊണ്ട് നടക്കണം ഉറക്കമില്ല എന്നും പറഞ്ഞ്. പിന്നെ അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ഇതിൽ നിന്ന് ഒഴിവായി നിൽക്കുക. അങ്ങനെ കുറച്ച് നാളാകുമ്പോൾ 2 മണിക്കൂറാക്കുക, 3 മണിക്കൂറാക്കുക. നമ്മൾ പിന്നെ ഇത് 1 മണിക്കൂറായി കാണുന്നത് 1 മണിക്കൂറാക്കി പരിമിതിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുറച്ച് നാൾ നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഓരോ മണിക്കൂർ നമ്മൾ ഇത് തൊടില്ല എന്നും പറഞ്ഞ് മാറ്റി വെച്ച് കഴിയുക. അല്ലാണ്ട് നാമം ചൊല്ലുമ്പോഴും അല്ലാണ്ട് തിരിയുമ്പോഴും മറിയുമ്പോഴും ഒക്കെ ഇതെടുത്തിങ്ങനെ തോണ്ടി നോക്കിയിട്ട് വെക്കുന്ന സ്വഭാവം നമ്മൾ നിർത്തുക. പിന്നെ ചെയ്യാൻ പറ്റുന്ന എന്നാന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും മറ്റുള്ളവരുമായിട്ട് പുറത്തുള്ളവരുമായിട്ട് സംസാരിക്കാനും ഒക്കെ സമയം കണ്ടെത്തുക. പുറത്തുള്ള കൂട്ടുകാരെയൊക്കെ കണ്ടുപിടിച്ച് അവരോട് സംസാരിക്കുക. അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ തന്നെ ഇരുന്ന് ഞങ്ങൾ ഇത്ര മണിക്കൂർ നമ്മൾ മൊബൈൽ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ് കൂട്ടുകൂടി ഇരിക്കുക. പുറത്തുള്ള എക്സസൈസുകളൊക്കെ ചെയ്യാൻ പോവുക. ഇങ്ങനെയൊക്കെ ഓരോ സമയങ്ങൾ കണ്ടുപിടിച്ച് ഈ സാധനത്തിൽ നിന്ന് നമ്മൾ ഒഴിവായി വരിക. അല്ലെങ്കിൽ നമ്മളിത് അഡിക്റ്റായി പോകും. നമ്മൾ കുറേ കഴിയുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ഒരു മാനസികാവസ്ഥയിലേക്കാവും. നമ്മൾ പല തെറ്റുകളിലേക്കും ചെന്ന് ചാടുകയും ചെയ്യും. ഇത് ചീത്ത സാധനങ്ങളെ കാണുന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ തെറ്റുകളിൽ ചെന്ന് ചാടും. അപ്പം നമ്മളെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കുക. നമുക്ക് ആവശ്യമുള്ളത് മാത്രം കാണാൻ ശ്രമിക്കുക. ആവശ്യമില്ലാത്തതിൽ നമ്മുടെ തലയിലേക്ക് എടുത്തു വയ്ക്കാതിരിക്കുക. എപ്പോഴും നമ്മൾ ചിന്തിക്കുക, നമുക്ക് നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല യാത്രകൾ ചെയ്യുക. അല്ലെങ്കിൽ ചിലരുടെ വീഡിയോ ഒക്കെ നമ്മൾ കാണുമ്പോൾ തിരിയണതും മറിയണതും ഭക്ഷണം കഴിക്കുന്നതും വീട്ടിലുള്ള സർവ്വചരിത്രങ്ങളും ഒക്കെ ഇട്ട് വീഡിയോകൾ കാണാം ഇല്ലേ. ഒരു നമ്മൾ ഡേ ഇൻ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അത് കാണിക്കുമ്പം അത് ഒത്തിരി ഞാൻ കേട്ടതിടത്തോളം ഇത് ഈ കള്ളന്മാർക്കൊക്കെ കയറാൻ ഭയങ്കര സെറ്റപ്പ് സംവിധാനം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് പറയുന്നത്. കാരണം അവരുടെ വീട്ടിലെ ഏതൊക്കെ ഭാഗങ്ങളുണ്ടെന്ന് കുറേ വീഡിയോകൾ കാണുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് കേട്ടിട്ട്. എന്നാ ക്യാമറ വെച്ചാലും ഇനിയിപ്പോൾ പ്രയോജനമില്ലെന്ന് നമുക്കറിയാലോ. വീടിനകത്ത് പട്ടീനെ വളർത്തിയിട്ടും പ്രയോജനമില്ല. അപ്പം നമ്മളിങ്ങനെ നമ്മളായിട്ട് ഓരോ വിനകൾ വരുത്തി വെക്കാതിരിക്കുക. നമ്മളെന്തെങ്കിലും കാണിക്കാനുണ്ടെങ്കിൽ അത് പുറത്തൊക്കെ നടന്ന് കാണിക്കുക അല്ലേ. അതാണ് വേണ്ടത്.
അപ്പം അതിനെല്ലാത്തിനും ഒരു ലിമിറ്റ്, നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനും ഒരു കൺട്രോൾ കൊണ്ടുവരിക. ആവശ്യമില്ലാത്തതിനെ കൊണ്ടുവന്നിട്ട് അപ്പടി ഒരു ടെൻഷനിലേക്ക് നമ്മുടെ ജീവിതം കൊണ്ടെത്തിക്കാതിരിക്കുക. അപ്പം എക്സസൈസ് ചെയ്യേണ്ട സമയത്തും നമ്മൾ ചെയ്യേണ്ട ജോലികൾ ചെയ്യേണ്ട സമയത്തും അല്ലെങ്കിൽ പഠിക്കേണ്ട സമയത്തും എല്ലാ കാര്യത്തിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത ശേഷം നമ്മൾ ഇതുമായിട്ട് ഇരിക്കുക. പിന്നെ ഉള്ള ഇൻഫർമേഷൻ മുഴുവൻ നമുക്ക് ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക. നമ്മൾ ചുമ്മാ ഇരുന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. ആ സമയത്ത് നമ്മൾ ആക്റ്റീവായിട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഇത് കണ്ടുകൊണ്ടിരുന്നിട്ട് ഒരു തീരുമാനവും ഇല്ലാണ്ട് ഇന്നത്തെ ദിവസം കടന്നുപോയി, നാളത്തെ ദിവസം കടന്നുപോയി, നാളത്തെ കഴിഞ്ഞത്തെ ദിവസം കടന്നുപോയി, അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ഇന്ന് നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, ഏത് രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ള ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ ഈ മൊബൈൽ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുക. അല്ലാണ്ട് മൊബൈൽ ഫോണിൽ നിന്നൊന്നും നമുക്കൊരു തീരുമാനവും കിട്ടില്ല. അത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കൊറോണ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു കേട്ടോ. എല്ലാവരും സൂക്ഷിക്കണം. പുറത്തൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പഴയ പോലെ തന്നെ കൈയും കാലുമൊക്കെ കഴുകി കുളിച്ച് മാസ്കൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. തിരുവനന്തപുരത്തൊക്കെ കൊറോണയായി, അപ്പം സൂക്ഷിച്ചിരിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാം നമ്മളിങ്ങനെ വന്ന് വരിഞ്ഞ് മുറുകിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ പരമാവധി നമ്മളെ സേഫ് ചെയ്യുക. ഈ കൊറോണ പോലും നമ്മളെ സേഫാക്കിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മളെ ബാധിക്കാണ്ടിരിക്കും. ഈ സോഷ്യൽ മീഡിയ ആണെങ്കിലും നമ്മളെ സേഫാക്കി വെക്കുക, അപ്പം നമ്മളെ ബാധിക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.